ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് നമ്മൾ ആ പാനിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചിരകിയ തേങ്ങ, ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ച് തേങ്ങയും കൂടിയാണ് ഞാനിവിടെ വറക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. 3-4 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടതിന് ശേഷം ഈ ഒരു കളറാകുമ്പോൾ മല്ലിപ്പൊടി ഇട്ടെടുക്കാം, മുളക് പൊടി ഇട്ടെടുക്കാം, നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഈ കളറാണ് വേണ്ടത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഇവിടെ തണിയാൻ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാള അരിഞ്ഞത്, പിന്നെ 2 തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലയും കൂടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ മൂത്ത് വരണം. അപ്പം നല്ല സ്മെല്ല് തന്നെ വരുന്നതാണ്. ഇനി നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വേഗം വഴറ്റി വരുന്നതാണ്. ഇനി നമ്മൾ 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം പൊടിച്ചതാണ്, ഇത് പെരുംജീരകം പൊടിച്ചതാണ്. നേരത്തെ ഇട്ടത് ചെറുജീരകമാണ്, ഇത് പെരുംജീരകമാണ്. ഇനി നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പുരട്ടി വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. കുറച്ച് നേരം വേവിച്ചാൽ മതി. അപ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അരച്ച് വെച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ, അതിൽ കുറഞ്ഞ സമയം എന്തായിട്ടും വേണ്ടു. അപ്പം ചിക്കൻ വേവുന്ന സമയം നമുക്കറിയാമല്ലോ. കുറച്ച് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വറ്റി നല്ല രീതിയിൽ തന്നെ ചിക്കൻ വെന്ത് തരണം, എന്നാലേ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവൂ. ഇനി മല്ലി ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ തിളച്ച് നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അവർ സപ്പോർട്ട് ചെയ്യുക.